വീട്ടിൽ വെച്ച് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബിസ്ക്കറ്റിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ. ഞാനിത് ഓവനിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കുക്കറിലും പലരും ബിസ്ക്കറ്റ് ഉണ്ടാക്കുന്നുണ്ട്. ഇന്നത്തെ ബിസ്ക്കറ്റ് മധുരവും എരിയും ചേർന്ന നമ്മുടെ വീട്ടിലെ ബിസ്ക്കറ്റാണ്. ആദ്യമായി മാവിട്ട് കുഴയ്ക്കാൻ പറ്റുന്ന ഒരു പാത്രത്തിൽ മൈദ ഇടുക. മൈദയും ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഉപ്പും പഞ്ചസാരയും ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്യണം. നല്ലപോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിനകത്ത് ഓയിൽ അല്ലെങ്കിൽ ബട്ടർ ഇടുക. ബട്ടർ നല്ല തണുത്തത്, ബട്ടറാണേലും ഓയിലാണേലും നല്ല തണുത്തതായിരിക്കണം. അതാണ് ഏറ്റവും നല്ലത്. കേക്കിനാണെങ്കിൽ റൂം ടെമ്പറേച്ചറാണ്, പക്ഷേ ബിസ്ക്കറ്റിന് നല്ല തണുത്ത സാധനങ്ങളാണ്. എണ്ണ ഒഴിച്ച് കഴിഞ്ഞിട്ട് അത് വിരലുകൾ കൊണ്ട് നല്ലപോലെ തിരുമ്മി പിടിപ്പിക്കണം. അതിപ്പോൾ നമ്മൾ നല്ലവണ്ണം തിരുമ്മി കഴിയുമ്പോൾ ഇങ്ങനെ ഉണ്ടയാക്കാൻ പറ്റുന്ന രീതിയിൽ വേണം ഇളക്കാൻ. എണ്ണ ചേർത്ത് ഇളക്കി കഴിഞ്ഞിട്ട് മുട്ട ചേർക്കണം. മുട്ടയും ഒരുപാട് ഓവർ മിക്സ് ചെയ്യാതെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അത് കഴിഞ്ഞിട്ട് തൈര്. മുട്ടയും തണുത്ത് തന്നെ ഇരിക്കുന്നതാണ് നല്ലത്. തണുത്ത മുട്ട വേണം. ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച മുട്ട എടുത്ത് വേണം നമുക്ക് മുട്ട ചേർത്ത് മിക്സ് ചെയ്യാൻ. മുട്ട ചേർത്ത് കഴിഞ്ഞിട്ട് തൈരും, തണുത്ത തൈര് തന്നെ, തണുത്ത തൈരും എള്ളും കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് ചപ്പാത്തി പരുവത്തിന് അല്ലെങ്കിൽ കുറച്ചും കൂടെ ഒരു ഇതായിട്ട് നല്ല സ്മൂത്ത് ഡോ വരുത്തുന്ന പോലെ മിക്സ് ചെയ്തെടുക്കുക. തൈര് ഒഴിക്കുമ്പോൾ നമുക്ക് വേണ്ടുന്ന അളവിൽ ചേർത്താൽ മതി. അത് കുറേശ്ശെ ഒഴിച്ച് ഇളക്കിയെടുക്കണം. എന്നിട്ട് നല്ല സ്മൂത്തായി കഴിയുമ്പോൾ അത് ഒരു ഫ്ലാറ്റ് സർഫസിൽ പലകയിലോ അല്ലെങ്കിൽ ടേബിൾ ടോപ്പിലോ പരത്തിയെടുക്കണം. കൈ കൊണ്ട് ആദ്യം നമുക്ക് വേണ്ടിയ അളവ് 1/2 ഇഞ്ച് തിക്നെസ്സിൽ പരത്തിയെടുക്കണം. അപ്പോൾ മുകൾ വശം ഒന്ന് സ്മൂത്താവാൻ ചപ്പാത്തിയുടെ കമ്പിട്ട് ഒന്ന് സ്മൂത്താക്കി എടുക്കുക. വട്ടത്തിൽ എങ്ങനെയായാലും മതി, വട്ടമാണേലും എങ്ങനെയാണേലും മതി. അതൊന്ന് പരത്തിയെടുക്കുക. എന്നിട്ട് ബിസ്ക്കറ്റ് കട്ടറോ അങ്ങനെയൊന്നും അല്ലെങ്കിൽ അത് വെച്ച് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക. അല്ലെങ്കിൽ ഇഷ്ടമുള്ള വലുപ്പത്തിൽ ഒരു ഇതേപോലത്തെ ഒരു ഗ്ലാസിൻ്റെ മൂടി വെച്ചിട്ട് എങ്ങനെയും ഇങ്ങനെ നമുക്ക് ഷേപ്പ് ചെയ്ത് കട്ട് ചെയ്തെടുക്കണം. ഓവൻ പ്രീ ഹീറ്റ് ചെയ്യണം. നമ്മളിപ്പോൾ ബിസ്ക്കറ്റ് 230 ഡിഗ്രി സെൻറ്റിഗ്രേഡ് അല്ലെങ്കിൽ 490 ഡിഗ്രി ഫാരൻഹീറ്റ്. എൻ്റെ ഓവൻ സെൻറ്റിഗ്രേഡിൽ ആയതുകൊണ്ട് ഞാൻ 230 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചു. അത് കഴിഞ്ഞ് ബേക്ക് ചെയ്യാനുള്ള ട്രേ റെഡിയാക്കണം. അതിൻ്റെ അകത്ത് എണ്ണ തൂത്ത് മാവ് തൂകി പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന പീസസ് അതിനകത്ത് നിരത്തി വെച്ചിട്ട് ഒരു മാക്സിമം 15 മിനിറ്റ് മതിയാവും 230 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ ബേക്ക് ചെയ്ത് വെക്കണം. അല്ലെങ്കിൽ മുകൾ വശം ഒരു ഏകദേശം ബ്രൗൺ ആയി തുടങ്ങുന്നത് വരെ 12-15 മിനിറ്റാണ് പറയുന്നത്. പക്ഷേ കട്ടി അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിക്കഴിഞ്ഞാൽ കുറച്ചും കൂടെ വേണ്ടി വരും. അല്ലെങ്കിൽ അങ്ങനെ തന്നെ വെച്ചിട്ട്, അല്ലെങ്കിൽ ശരിയായില്ലെങ്കിൽ പിന്നെ ഒന്നും കൂടെ കുറച്ച് സമയം കൂടെ വെച്ചിരുന്നാൽ മതി. അങ്ങനെ അത് ബേക്ക് ചെയ്തെടുക്കണം. അങ്ങനെ ആരോഗ്യത്തിന് വലിയ അപകടമൊന്നും ചെയ്യാത്ത, വലിയ ഫ്ലേവേഴ്സോ അല്ലെങ്കിൽ കളറോ പ്രിസർവേറ്റീവോ ഒന്നും ഇല്ലാതെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന, മധുരവും എരിയും ചേർന്ന് നമുക്ക് സന്തോഷത്തോടെ കഴിക്കാൻ പറ്റുന്ന ഒരു ബിസ്ക്കറ്റാണിത്. എല്ലാവരും ഉണ്ടാക്കി കഴിക്കുക.